എന്താ തന്റെ പേര്? പേര് സൂര്യനാരായണൻ. വീട്ടിൽ ഉണ്ണിന്ന് വിളിക്കും. ഉണ്ണിയല്ല, മണ്ണുണ്ണി. അതാ കൂടുതൽ ചേർച്ച. വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. ഒരു പെൺകുട്ടിയായിട്ടും മുത്തുവിനെതിരെ ഒരിക്കൽ സാക്ഷി പറഞ്ഞവളെ ഇവള്. ആ ധൈര്യം പോലും ഒരു ആണായ തനിക്കില്ലാതെ പോയല്ലോ. കുട്ടി വേണ്ട വേണ്ട, വെറുതെ എന്തിനാ ധൈര്യത്തെ തൊട്ട് കളിക്കണത്? അങ്ങനെ അയാളെ ഇവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ താൻ ഇത്തിരി വിഷമിക്കും. ഇവൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരുടെയും കോഴ്സ് നേരത്തെ പൂർത്തിയാകും. നീ ആ കയ്യങ്ങട് തന്നെ. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ. താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. നീ ബാഗ് എടുത്തോ. ഇവിടെ ഒരു ജാലിയൻ വാലാബാഗ് സൃഷ്ടിക്കണ്ട. വാ, നമുക്ക് ദണ്ഡി യാത്രക്ക് പോകാം. വാ. നീ കൂടെ ഉണ്ടെങ്കിൽ തെണ്ടി യാത്രയാ. அம்மா, நேத்து சார் கொடுத்த நோட்ஸ் எல்லாம் காப்பி எடுத்தியா? ஏய் அங்க பாரு. டேய் பாத்து. ஒருவேளை உன்னோட அண்ணன் செஞ்சதாகுமா? ஹே, எங்க அண்ணன் இப்படி பண்ணிருக்க மாட்டாரு. அவர் இங்கதானே பழி வாங்குறேன்னு சொன்னாரு. அதனால நிச்சயமா இங்கதான் பழி வாங்குவாரு. அப்படின்னா அந்த மண்ணுண்ணி சொன்ன மாதிரி கடவுள் கொடுத்ததா தான் இருக்கும். നീ പോയിട്ട് വൈകുന്നേരം വരൂലേ? ഞാൻ പോയെങ്കിലല്ലേ വൈകുന്നേരം വരേണ്ട കാര്യമുള്ളൂ. നീ പോയി പഠിക്ക്. നീ എന്റെ കാര്യം നോക്കണ്ട, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. ചെല്ലി ചെല്ലി ചെല്ലി. ആരെങ്കിലും പിടിച്ചിടിച്ച് എന്നെ വിളിക്കരുത് കേട്ടോ. ഇല്ലടാ. ഹേ മണ്ണുണ്ണി, കാര്യം താൻ ഒരു മണ്ണുണ്ണിയാണെങ്കിലും തന്റെ നാക്ക് കരിനാക്ക. ഇന്നലെ പറഞ്ഞല്ലേ കടവുൾ തിരിച്ചു കൊടുത്തോളൂന്ന്. താൻ പറഞ്ഞ പോലെ തന്നെ മുത്തുവിന്റെ കൈയും കാലും ഒടിഞ്ഞു. കടവുള് വലിയവനാ, വലിയവൻ. കടവുളെ കടവുൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെങ്ങനെ അറിഞ്ഞാണ്ടല്ല. അച്ഛനൊന്നും അറിയില്ല. ഇല്ല. നീയൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്റെ കൈ വേദനിക്കുന്നില്ല. ഇല്ലേ? ഇല്ല. ഞാൻ ക്ലാസ്സിൽ പൊക്കോട്ടെ? എവിടെയെങ്കിലും പൊക്കോ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ஓகேண்ணே, என்னாச்சு? நீ சொன்ன மாதிரி சூர்யா ஃபினிஷ் பண்ண நான் ஏற்பாடு பண்ண ஆளு இப்ப இங்க வருவான். அவன் ஆள் எப்படி? 5 கொலை பண்ணிருக்காரு. அவரை ஏத்து சாட்சி சொல்ல ஒருத்தன் கூட இல்ல. சொன்னா சொன்னபடி செய்வான். அவர் பேர் சிங்கம், அம்பத்தூர் சிங்கம். வணக்கண்ணே, இவருதான் நான் சொன்ன முத்து. நம்ம வேலை என்ன? வாங்க. நான் மட்டும் போதும். வாங்க. நான் சொல்லல, அவன் தான் அந்த ஆளு. என் கையையும் காலையும் உடைச்சு என்ன இந்த நிலைக்கு ஆளாக்குனது அவன் தான். க்ளோஸ் பண்ணட்டுமா? வேண்டாம். ஆனா அவன் நடக்க கூடாது. தலைவர் நீங்களா? வணக்கம் தலைவா. நான் இங்க சும்மா வந்தேன். இது லைப்ரரி தானே? ஏதாவது புக் எடுத்துட்டு போகலாம்னு நினைச்சேன். படம் பார்க்கறதுக்கு. என்னாச்சு? உதச்சாச்சா? உதச்சாச்சா? போயா. அவர்
அவர் யாருன்னு நினைச்சே? அவர் பயங்கரமான ஆளடா. அவர்கிட்ட மோதாதே. உனக்கு உயிர் கிடைச்சதே புண்ணியடா. டேய் வேலைச்சாமி, வண்டி ஏறா. இந்த ஆளு இந்த கொட்டேஷன் நமக்கு பத்தாதடா. சீக்கிரம் வண்டியில ஏறா. டேய் டேய் சீக்கிரம். ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അല്ല തമ്പുരാനിത് ഏതായി മുറ? ഇത് മുറയല്ല. പിന്നെ? നീ ആരോടും പറയണ്ട. പറയൂല. കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയതാ. പക്ഷെ കാറ് ലോറിയിലാണെന്നുള്ള കാര്യം ഓർത്തില്ല. നന്നായി. വാ. അച്ഛൻ ഇത് എന്തിന്റെ സൂക്കേടാ ഈ വണ്ടി ലോറി കയറ്റി വരാൻ? എടീ നാട്ടിൽ നീ കാർ ഇത്രയും ദൂരം ഓടില്ല. ഈ കാറിലല്ലാതെ ഞാൻ യാത്ര ചെയ്ത ചരിത്രമില്ല. പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗം നീ പറയൂ. രാജാവേ, അല്ല തമ്പുരാനെ, ആ. തമ്പുരാനെ ഇടക്കിടക്ക് കാറുമായിട്ട് പുറത്തോട്ട് പോകാൻ ഈ ലോറി ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കട്ടെ. എണ്ണം കെട്ടവരെ. ലോക്കലോട്ടത്തിന് എന്റെ കാറ് പടക്കുതിര. പിന്നെ പിന്നിൽ നിന്ന് ഒന്ന് രണ്ടുപേര് തള്ളി തന്നാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും. അതിന് മേനവനുണ്ടല്ലോ ഇവിടെ. മിസ്റ്റർ മേനൻ, ഈ ലോറി വാടക കൊടുത്തേക്കണം. കടം പറയുന്നത് രാജകുടുംബത്തിന് ചേരുന്നതല്ല. എവിടെ എന്റെ കൊച്ചുമോൻ? മാറിയില്ലടേ മോനെ. ഉണ്ണി ഉണ്ണി എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. ഉണ്ണി മോനെ, ഉണ്ണി മോനെ, എന്താ അച്ഛാ? എവിടെയാടി എന്റെ കൊച്ചുമോൻ? കൊച്ചി രാജാവായിരുന്നു, അവനിപ്പോ ചെന്നൈ രാജാവായോടി. നോക്കി ഞാൻ അവൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടി അങ്ങോട്ട് വെക്കടാ. എന്തോ ഇത്? നീ കാണ്. കണ്ടോ? അയ്യോ, എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെ ഉണ്ട്. അരിവാൾ കാറിലുണ്ട്. ഇത് രാജാവ് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അയ്യോ, ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താ മതി. അതിന്ന് വെടി കൊണ്ടട്ടാ. വിഡ്ഢി, എന്തോ ഭൃത്യന്മാർ പുറത്ത്. ഉത്തരവ്. അച്ഛന് വല്ല ഭ്രാന്തുണ്ടോ? ആ. അവൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. കോളേജിൽ പോണം, പഠിക്കണം. ആ ഒരു വിചാരമേ അവനുള്ളൂ. ദൈവത്തെ ഓർത്ത് അവനെ നീ നശിപ്പിക്കരുത്. ഛേ, ഒരു ക്ഷത്രിയനായ അവനെ നീ വെറും മണക്കൂസൻ മെനവനാക്കി മാറ്റിയോ? എനിക്കിപ്പോ അവനെ കാണണം. എവിടെ എന്റെ കൊച്ചുമോൻ? എന്റെ ക്ഷാത്ര തേജസ്. സ്ട്രോങ് ആയിട്ട് പോരടി. അതിലെ രണ്ട് മുടി. ഇവിടെ എന്താ വേണ്ടത്? ഹൈ, സൂര്യ, നീ എന്താ ഇവിടെ? ഈ കോളേജിൽ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ സപ്ലയർ ആയിട്ട് ജോയിൻ ചെയ്തു, പാർട്ട് ടൈം. ഇതെന്താ ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ സ്ഥലമല്ലേ, വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. നിനക്കെന്താ വേണ്ടത്? ചായ. ഒരു സ്പെഷ്യൽ ചായ ഈശി പൂശിയേ. മണ്ണുണ്ണി, സോറി. ഇനി ഞാൻ തന്നെ ഒരിക്കലും മണ്ണുണ്ണി എന്ന് വിളിക്കില്ല. തനിക്ക് ചേരുന്ന പേര് സൂര്യൻ തന്നെയാ. സൂര്യനാരായണ വർമ്മ. പവർഫുൾ നെയിമാ. ആക്ച്വലി താൻ ആരാ? താനല്ലേ ആ മുത്തുവിന്റെ കൈയും കാലും തല്ലി ഓടിച്ചത്? നീ അവിടെ ആരുടെ വായി നോക്കി നിൽക്കുവാ? ദേ അവിടെ ഒരു കസേര കളി നടക്കണ കണ്ട കണ്ട കണ്ട. തന്നെ കണ്ടപ്പോ എന്തിനാ മുത്തു കൊണ്ടുവന്ന ആരോടി ഭയന്നോടിയത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ. നീ ഒന്ന് ശിവ, വേണ്ട വേണ്ട. അതെ, ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടെന്നാ പറഞ്ഞത്. ഇവൻ കൊണ്ട് അയ്യോ, അത് രണ്ടാമത്തെ.
നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? ആ! ആ! ഓ! நாங்க கேட்டதுக்கு நீங்க பதில் சொல்லலையே. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരാണെന്ന്. പിന്നെ ഈ തുണി എടുത്ത് വെച്ചപ്പോ ഞാൻ കരുതി തുണിക്കച്ചവടക്കാരാണെന്ന്. ഇപ്പം മനസ്സിലായി കല്യാണമാണ് കച്ചവടമെന്ന്. അതിപ്പോ പെട്ടെന്ന് അവന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ திடீர்னு வேணும்னு யார் சொன்னது? டேட் ஃபிக்ஸ் பண்ணா போதுமே. അവൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ. கல்யாணம் കഴിഞ്ഞാലും പഠിക്കാമല്ലോ. എവിടെ കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ എന്നും വിളിച്ചു. அது இந்த மദ്രാസിൽ எந்த பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா, அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാനോ? இல்லனா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா, அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനോ? மிண்டாரிக்கிட்ட எடுத்து சொல்லுங்கப்பா. എന്താ മേനോനെ, ഫിക്സ് பண்ணலாம்ல? അത് അവനോട് ചോദിക്കാതെ என்ன மேனோனே, பசங்க 2 பேரும் இஷ்டப்படுறாங்க. சீக்கிரம் கல்யாணம் நடத்த வேண்டியது நம்ம பொறுப்பு தானே. கை கொடுங்க.